വേദിയിലെ വിസ്മയം. നാടക കലാകാരൻ ഒ.സി. ജോസുമായുള്ള അഭിമുഖം. മാറുന്ന കാലത്തിലും മാറ്റുകുറയാതെ മനുഷ്യവികാരങ്ങളെ നേരിട്ട് സംവദിക്കുന്ന കലാരൂപമാണ് നാടകം. സിനിമയും ഡിജിറ്റൽ മാധ്യമങ്ങളും ലോകം കീഴടക്കുമ്പോഴും ഒരു വേദിയിൽ ജീവനുള്ള മനുഷ്യർ പ്രേക്ഷകർക്ക് മുന്നിൽ ജീവിച്ചു കാണിക്കുന്ന നാടകത്തിന്റെ അനുഭൂതി മറ്റൊന്നിനും പകരം വെക്കാനാകില്ല. സമൂഹത്തിന്റെ കണ്ണാടിയാണ് നാടകം. അത് അനീതിക്കെതിരെ വിരൽ ചൂണ്ടുകയും മനുഷ്യത്വത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. ഈ നാടകവേദിക്ക് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച ഒരു കലാകാരനാണ് വടക്കനാട് സ്വദേശിയായ ഒ.സി. ജോസ്. റേഡിയോ മാറ്റുലി വടക്കനാട് സംഘടിപ്പിച്ച ഗ്രാമമാറ്റുലിയിലൂടെയാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. വടക്കനാടിന്റെ മണ്ണിൽ നിന്ന് നാടകരംഗത്തേക്ക് കടന്നുവന്ന ജോസ് വേദിയിൽ പകർന്നാടിയ വേഷങ്ങളിലൂടെയും അണിയറയിലെ പ്രവർത്തനങ്ങളിലൂടെയും കലയെ നെഞ്ചിലേറ്റിയ വ്യക്തിയാണ്. കേവലം ഒരു വിനോദോപാധി എന്നതിനപ്പുറം നാടകത്തെ ഒരു സാമൂഹിക ദൗത്യമായി കണ്ട മികച്ചൊരു നാടക പ്രവർത്തകനാണ് അദ്ദേഹം. ഓരോ കഥാപാത്രത്തിനും ജീവൻ നൽകുമ്പോൾ നാടകത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശവും കഠിനാധ്വാനവുമാണ് അവിടെ പ്രകടമായിരുന്നത്. നിലവിൽ ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹത്തിന് നാടകവേദിയിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും വേദിയിൽ ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സും ചിന്തകളും ഇപ്പോഴും നാടകത്തോടൊപ്പമുണ്ട്. ഒ.സി. ജോസിന്റെ വിശേഷങ്ങളിലേക്ക്. എൻ്റെ പേര് ജോസ്. മൂലിക്കത്തൊട്ടിയിൽ നിന്നാണ് വീട്ടുപേര്. ഭാര്യയും 2 മക്കളുമാണ്. ഒരാൾ മരണപ്പെട്ടു പോയി, പിന്നെ ഒരാളുണ്ട്. പുള്ളി KSRTCയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ലീവ് എടുത്ത് ഇസ്രായേലിലുള്ളത്. 3 മക്കളുമുണ്ട്. നാടക മേഖലയിൽ എത്ര വർഷമായിട്ട്? നാടക മേഖല എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 76 കാലഘട്ടം തുടങ്ങിയുണ്ട്. ഞാൻ നാടക ഫീൽഡിലുണ്ട്. ഒന്നാമത് എൻ്റെ അപ്പച്ചൻ നാടകക്കാരനാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ അവരൊപ്പം നടന്ന് പിന്നെ അതൊരു താല്പര്യമായി. എന്നുവെച്ചാൽ വലിയ പ്രൊഫഷണൽ ടീമിൻ്റെ ആകെ ഈ മറ്റേ സാന്ദ്രയിലുണ്ടായിരുന്നു. പിന്നെ തമിഴ്നാട്ടിലൊരു ജയഭാരത് തിയേറ്റേഴ്സും പറഞ്ഞ തിയേറ്റേഴ്സ് ഉണ്ട്, അതിലുണ്ടായിരുന്നു കുറേ കാലം. പിന്നെ നമ്മൾ പ്രാദേശികമായിട്ടുള്ള പരിപാടികൾ നാടകമൊക്കെ ആയിട്ട് അങ്ങനെയാണ് പരിപാടികൾ. ഇപ്പം പെർഫോം ചെയ്യാറുണ്ടോ? ഇപ്പം അടുത്തെന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയൊരു ഉള്ളുലയുമ്പോൾ എന്ന് പറഞ്ഞ ടെലിഫിലിമിലുണ്ടായിരുന്നു. പിന്നെ അതിന് മുമ്പ് 2 ടെലിഫിലിം അടുത്തടുത്തുണ്ടായിരുന്നു. ഒരു സിസ്റ്റർ ചെയ്യുന്ന സിസ്റ്റർ സെബി എന്ന് പറയും മെറ്റീരിയലിലെ. അപ്പോൾ അവരുടെ ഇതിൽ അപ്പം ഞാൻ അന്ന് നടക്കാനായിട്ടില്ല. ഞാൻ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് എൻ്റെ കാലെല്ലാം ഒടിഞ്ഞിരിക്കുകയാണ്. മറ്റേ വാക്കറായിട്ട് പോയിട്ടാണ് ചെയ്തത്. ആദ്യത്തെ പെർഫോമൻസ്, സ്റ്റേജ് പെർഫോമൻസ് എവിടെയാണ് ചെയ്തത്? അതിന്റെ ഒരു അനുഭവം എന്തായിരുന്നു? ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ് നമ്മളിവിടെ തന്നെ, ഇവിടെ പ്രാദേശികമായിട്ട് 2-3 പള്ളി അമ്പലങ്ങളും ഉണ്ട്. അപ്പം മെയിനായിട്ടുള്ള ഒരു ഉത്സവമാണ് നമ്മുടെ ഈ പള്ളിയിൽ. അതായത് ഈച്ചകുന്ന് ശിവക്ഷേത്രത്തിൽ വലിയൊരു ഉത്സവമാണ്. ഒരുപാട് ആൾ കൂടുമായിരുന്നു അന്ന്. അപ്പം അതെന്ന് പറഞ്ഞാൽ കറണ്ടൊന്നുമില്ല, ജനറേറ്ററൊക്കെ വെക്കണം. ജനറേറ്ററിന് മുമ്പ് പെട്രോമാക്സ് കത്തിച്ച് വെച്ച് ഞങ്ങൾ നാടകം കളിച്ചു. പെട്രോമാക്സിൻ്റെ മറ്റേ ഇതില്ല, അതൊക്കെ അന്നത്തെ ഒരു വലിയൊരു ത്രില്ലാണ് ആൾക്കാരെ ഒന്നിച്ച്. കളർ ചേഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഇതായിരുന്നു. വീഞ്ഞപ്പെട്ടി, അന്ന് ചായപ്പൊടി വരുന്ന വീഞ്ഞപ്പെട്ടി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഗിൽറ്റ് പേപ്പറാണ്, ഒരു റിഫ്ലക്ടറുമായി. അപ്പം അതിന് 4 വശവും റൗണ്ടിൽ തുളച്ചിട്ട് ഗ്ലാസ് പേപ്പർ വെക്കും. ഗ്ലാസ് പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് പല കളറുള്ള ഇതായിരിക്കും. അതിന് ഷട്ടർ ഉണ്ടാക്കും ആ ശരീരം കൂട്ടിയിട്ട്. അപ്പോൾ 8 കളർ ഒരേ സമയം വരുത്താനുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ആ കാലത്ത് അങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ നാടകം. അന്ന് റിഹേഴ്സലും അതിനുള്ള സമയം കണ്ടെത്തിയിരുന്നതും വെച്ചായിരുന്നു. വൈകുന്നേരം ഓരോരോ വീടുകളിൽ വെച്ചായിരിക്കും. ഇതിൽ അഭിനയിക്കുന്ന ഓരോരോ ആൾക്കാരുടെ വീടുകളിൽ അതിൽ കുറച്ച് സൗകര്യമുള്ള വീടെടുക്കും. ചിലപ്പോൾ അങ്ങനെ റിഹേഴ്സൽ എടുക്കാൻ സൗകര്യമുള്ള വീടുകൾ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സൗകര്യമുള്ള വീട്ടിൽ വെക്കും. അങ്ങനെ പിന്നെ അതൊരു പിന്നെ എന്താ പറയുക, അന്നത്തെ കണ്ടീഷനിലൊരു ഉപജീവന മാർഗമൊന്നുമല്ല. ഒരു താല്പര്യം അത് തന്നെ. കൂടെ അഭിനയിച്ചിരുന്ന ആളുകള്, അവരെ കുറിച്ചുള്ള ഓർമ്മകളൊന്ന് പങ്കുവെക്കാമോ? ഉണ്ട്. എൻ്റെ അപ്പനും ഞാനും ഒന്നിച്ച് അഭിനയിച്ചിരുന്ന നാടകത്തിൽ. പിന്നെ അങ്ങനെ ഒത്തിരി ആളുകൾ ഇവിടെയുള്ള എല്ലാവരും. പിന്നെ ഞാനത് കഴിഞ്ഞ് അവരുടെ ഒരു തലമുറ മാറിയപ്പോഴത്തേക്കും പിന്നെ അതൊരു സീനിയർ ആയിട്ട് മാറി ഞാൻ. അപ്പം അങ്ങനെ അവരായിട്ട് ഇപ്പോഴും ബന്ധമുണ്ട് എല്ലാവരുമായിട്ട്. ഇപ്പം എന്ന് പറയുമ്പോൾ എന്താ, സ്റ്റേജ് നേരിടുന്ന ഒരു പ്രശ്നം, മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ആസ്വാദന നിലവാരം മാറി എന്ന് വെച്ചാൽ നമ്മളൊരു സാധാരണ ഒരു പിന്നെ അമച്ചർ നാടകം കളിക്കുമ്പോൾ ആ അമച്ചർ നാടകം കളിക്കുന്ന ഒരു ചെറിയ പരിമിതമായ സ്റ്റേജിൽ നമ്മുടെ നാട്ടിലുള്ള അത്രമാത്രം വലിയ സെറ്റിങ്സുകളൊന്നും ഇല്ലാതെ കളിക്കുക. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബമ്പൻ സെറ്റോട് കൂടി ഏത് സാധനവും കാണാം. അപ്പം ഇത് കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അതൊരു മുൻവിധി ഉണ്ടല്ലോ, ഞങ്ങൾ കണ്ടിരുന്നത് അല്ലല്ലോ ഇപ്പോൾ കാണുന്നത്. അപ്പം അതിനോടുള്ള ഒരു ഇത് വന്നിട്ട് ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ നാടകത്തിന് പ്രസക്തി ഉണ്ട്. കാരണം ഇത്രയും വലിയ ഈ നാട്ടിലൊക്കെ ഒരുപാട് ആശയങ്ങൾ വിതരണം ചെയ്തത് നാടകത്തിൽ കൂടിയാണ്. ഒരുപാട് ആശയങ്ങൾ, വിപ്ലവകരമായ ആശയങ്ങൾ
അന്ധവിശ്വാസത്തിനെതിരായിട്ടുള്ള ആശയങ്ങൾ ഇതൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളത് നാടകങ്ങളിൽ കൂടിയാണ് അല്ലേ. അപ്പോൾ അതെന്ന് പറയാൻ അങ്ങനെ എഴുതി മാറ്റാൻ പറ്റുന്ന ഒരു കലാപ്രസ്ഥാനം അല്ല അത്. കാരണം ഇന്നും നാടകം കളിക്കാന്ന് പറഞ്ഞാൽ ഈ നല്ല നാടകത്തിൽ നിന്നും കാഴ്ചക്കാരുണ്ട്, നല്ല നാടകങ്ങൾ കാഴ്ചക്കാരുണ്ട്. പിന്നെ മുൻവിധി ഉള്ളതിനെ കൊണ്ട് പിന്നെ കാഴ്ചക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞു. കാരണം പിന്നെ കഴിവില്ലാത്തവൻ്റെ കയ്യിൽ ഇന്നൊരു മൊബൈലുണ്ട്. മൊബൈൽ ഞെക്കി കഴിഞ്ഞാൽ ഏത് വേണം ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ കാണാം. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. പിന്നെ സിനിമയും നാടകമായിട്ടുള്ള ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ ഷൂട്ടിംഗ് കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ കാണാൻ നമുക്ക് തോന്നൂല. അത്രയും ടേക്കുകളും റീടേക്കുകളും ഒക്കെ വെച്ചിട്ടാണ്, ഡബ്ബിങ്, ലൈറ്റ് അതൊക്കെ വെച്ചിട്ടാണ്. ഇതിന് റീടേക്ക് ഒന്നുമില്ലല്ലോ നാടകത്തിൽ. നമ്മൾ പഠിക്കുന്നു, അവതരിപ്പിക്കുന്നു. അപ്പം അതിൻ്റെ ജയവും വിജയവും അപ്പം തന്നെ നമുക്ക് അറിയാം റിസൾട്ട്. അതാണ് നാടകത്തിൻ്റെ ഇതുമായിട്ടുള്ള വ്യത്യാസം. ഏറ്റവും കൂടുതൽ സ്റ്റേജുകളിൽ കളിച്ചിട്ടുള്ള നാടകം ഏതാണ്? ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ കളിച്ച ഉണ്ണിമേയുടെ വീട് അത് കളിച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണിമേയുടെ വീട് കുട്ടിയാട്ടുണ്ട്. പിന്നെ രാജശില്പി എന്ന് പറയുന്നൊരു നാടകം, അത് കുറേ കാലം കളിച്ചിട്ടുണ്ട്. ജ്വലനം അത് ഞാൻ ഒരു 40 സ്റ്റേജിൽ കൂടുതൽ കളിച്ചാണ് ജ്വലനമൊക്കെ. പിന്നെ ഉണ്ണിമേയുടെ കൂടെയൊക്കെ ഒരു 10, 70, 80 സ്റ്റേജിൽ കൂടുതൽ കളിച്ചാണ്. അപ്പം അങ്ങനെയുള്ള പിന്നെ സമാധി ആ നാടകമൊക്കെ കുറേ സ്റ്റേജിൽ കളിച്ചാൽ. സ്ക്രിപ്റ്റ് ഒക്കെ ആരാ ചെയ്തിരുന്നത്? സ്ക്രിപ്റ്റ് സാധാരണ അതിൽ അന്നൊക്കെ പിന്നെ നാടക എഴുത്തുകാരുണ്ടല്ലോ, CL ജോസ്, അങ്ങനെയുള്ള ആളുകളുണ്ട്. പിന്നെ ശ്രീമൂലധരൻ മോഹനൻ, അങ്ങനെയുള്ള എഴുത്തുകാരുണ്ട്. പിന്നെ ഇയാളിപ്പോൾ സിനിമയ്ക്ക് ഇതെഴുതുന്നില്ലേ, സംഗീതക്കുരിയുള്ള കഴിച്ച അയാൾ ബെന്നി നായരം പോലെ തന്നെ ആ സ്ക്രിപ്റ്റ്. അത് ഞങ്ങളെ പിന്നെ കാഞ്ഞിരപ്പള്ളി അമലക്കാരോട് വാങ്ങിച്ചിട്ട് അങ്ങനെ അത് കളിച്ചത്. റേഡിയോ നാടകങ്ങളിൽ ഏതെങ്കിലും പെർഫോം ചെയ്തിട്ടുണ്ടോ? ഇല്ല. സ്റ്റേജ് തന്നെ ചെയ്തിട്ടുള്ളത്. അതെ. നാടകത്തിന് വേണ്ടി നടത്തിയുള്ള യാത്രകൾ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും പെർഫോം ചെയ്യാൻ അവസരം കിട്ടുമോ? തമിഴ്നാട് അതേമാതിരിയുള്ള സ്ഥലങ്ങളിൽ കളിച്ചിട്ടുണ്ട് ഞങ്ങൾ. ഗൂഡല്ലൂര്, പിന്നെ അങ്ങനെ മലയാളികളുള്ള സ്ഥലങ്ങളിൽ നാടകം കളിച്ചു. മലയാളികളുള്ള സ്ഥലങ്ങൾ നമ്മൾ പുറത്താണെങ്കിലും ഈ കർണാടകയിലെ ചില ഭാഗങ്ങളുണ്ടല്ലോ, പിന്നെ എന്നാർപുര, റിപ്പംപേട്ട, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെ മലയാളികളുണ്ട്. അപ്പോൾ അവരെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ കളിച്ചു. ഏറ്റവും മികച്ച അഭിപ്രായം കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അഭിപ്രായം പറഞ്ഞു കേട്ട നാടകം ഏതായിരുന്നു? അത് പിന്നെ സംഗീതക്കുരികളിലെ പാപ്പുകുട്ടിയാശാൻ. ഇപ്പം സിനിമ, സീരിയൽ അതിലേതെങ്കിലും ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ? ഇത് ഞാൻ ഈ ടെലിഫിലിമിൽ മാത്രം. പിന്നെ സിനിമയിലൊന്നും അങ്ങനെ അന്നൊരു ചെറിയ ചാൻസ് കിട്ടിയായിരുന്നു. പക്ഷെ അത് അത്ര ഒരു താല്പര്യമില്ലാതെ തള്ളിക്കളഞ്ഞു. അല്ലെങ്കിൽ അത് പുറത്തും വന്നിട്ടില്ല. മാമലകൾക്കപ്പുറത്തെന്ന് പറഞ്ഞ ഒരു സിനിമ, അത് ബത്തേരിയിൽ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതിലെ പാട്ടൊക്കെ എഴുതിയത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്, ഉറാട്ടി ജോൺ എന്ന് പറഞ്ഞ്. ബൈക്കിൻ്റെ എന്നുള്ള പാട്ട് കേട്ടല്ലേ, അത് എഴുതി ഉറാട്ടി ജോൺ എന്ന് പറയും. പുള്ളി മരിച്ചുപോയി. അപ്പം അങ്ങനെ ആ കയറപ്പിൽ അവർ സംഘം ശരിയാക്കാന്നൊക്കെ പറഞ്ഞൊക്കെ ഇരുന്ന. പിന്നെ അവനോട് താല്പര്യം ഉണ്ടായില്ല, പിന്നെ അത് പോയില്ല. ഇപ്പോൾ ഒരുപാട് സ്റ്റേജുകളിൽ പെർഫോം ചെയ്തു പറഞ്ഞു, ഓരോ നാടകങ്ങൾ അത്രമാത്രം തവണ. ഇത്രയും ചെയ്തതിൽ വെച്ചിട്ട് മറക്കാനാകാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഈ നാടകത്തിന്റെ റിഹേഴ്സൽ സമയത്തോ, നാടകത്തിന് വേണ്ടിയുള്ള യാത്രാ സമയത്തോ, പെർഫോം ചെയ്ത സമയത്തോ എന്തെങ്കിലും മറക്കാനാകാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ശരിക്കും പറയാൻ ചിരിക്കുന്ന ഒരു അനുഭവം. അത് ഹിപ്പോക്രസി എന്ന് പറയുന്നൊരു നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നിങ്ങനെ പലക അടിച്ചിട്ടാണ് സ്റ്റേജ്. അപ്പം അതിന് കോമഡി കഥാപാത്രം ഞാനതിൽ. അപ്പോൾ അതിങ്ങനെ ഒട്ടക്കാട്ടിട്ടി കറുത്ത പെണ്ണെന്ന് പറഞ്ഞ ഒരു നാടകം, ഒരു ഡാൻസ് കളിക്കണ മാതിരി വെള്ളം അടിച്ചിട്ട് വന്നിട്ട് ഒരു കളിക്കണ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിൽ പെട്ടെന്ന് ഈ 2 പലയും ഞാനും കൂടി താഴേക്ക് പോയി സ്റ്റേജിൽ നിന്ന്. അതൊരു അനുഭവം. അങ്ങനെ എവിടെയെങ്കിലും പെർഫോം ചെയ്യാൻ കഴിയാതെ പോവോ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ദൈവം സഹായിച്ചിട്ടങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ എന്നെ ഇതുവരെ അഹങ്കാരമല്ല, എന്നെ ഇതുവരെ സ്റ്റേജിൽ നിന്ന് ആരും കൂവോ ഒന്നുമില്ല. ഇപ്പോൾ ലാസ്റ്റ് പെർഫോം ചെയ്തത് എവിടെയാണ്? ലാസ്റ്റ് ഞാൻ പെർഫോം ചെയ്തത് ചുരത്തിലാണ്. ചുരത്തിൽ വേറെ അമ്പലം ഉണ്ടല്ലോ, കരിന്തണ്ടൻ്റെ അമ്പലത്തിലെ ഉത്സവത്തിനാണ് ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയില്ല. പിന്നെ ഞാൻ പറഞ്ഞ 1-2 കൊല്ലമായപ്പോഴത്തേക്കും എനിക്ക് സുഖമുണ്ടായി. ഞാൻ പറഞ്ഞില്ല, ആക്സിഡൻ്റ് ആയിട്ട് 2 കൊല്ലമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിപ്പ് തന്നെ ആയിപ്പോയി. അപ്പോൾ അങ്ങനെ പോകുന്നു. എന്തെങ്കിലും പുരസ്കാരങ്ങളോ മറ്റോ കിട്ടിയിട്ടുണ്ടോ? പ്രാദേശികമായിട്ട് എന്തെങ്കിലും ഭാരത സമ്മാനം കിട്ടാന്നല്ലാതെ വലിയ സ്റ്റേജിൽ മറ്റേ ഒന്നും കിട്ടിയില്ല. പിന്നീട് ആരെങ്കിലും ഇതുപോലെ നാടകത്തിന് ട്രെയിൻ ചെയ്യിക്കുക, അവരെ പഠിപ്പിക്കുകയോ പരിശീലിപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള? അത് അറിയുന്നവർ പറയും, വരാൻ പറയും. അങ്ങനെ സാധാരണ പള്ളി പെരുന്നാളിലോ അങ്ങനെ ചെറിയ നാടകങ്ങളൊക്കെ ഉള്ളവർ വരാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ പോകാറുണ്ട്. അല്ലാതെ വലിയ സ്റ്റേജിലൊന്നും അങ്ങനെ കളിപ്പിക്കാൻ പോയിട്ടില്ല. ഈ ലാസ്റ്റ് പെർഫോം ചെയ്തു എന്ന് പറഞ്ഞ നാടകത്തിൽ ഏതെങ്കിലും ഡയലോഗ് ഓർമ്മയുണ്ടോ? മറ്റേ സംഗീതക്കുരുവിലോ, അതൊരു തമ്പുരാനായിട്ടാണ്. ഞാനൊരു ഭാര്യയ്ക്കാണ് വെയിറ്റ് ചെയ്യൽ. നമ്മളവള് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു കണ്ടീഷനിലുള്ള ഒരു ഇത് കുറഞ്ഞ ഇതുള്ളൂ. പിന്നെ ആകെ കൂടി പിന്നെ പറയുന്ന ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം ഇവൾക്കിട്ട് ഒരു അടി കൊടുക്കുന്ന ഒരു സീനുണ്ട്. അത് അപ്പം തന്നെ ഓഡിയൻസ് കൈയടിക്കുന്ന സീനാണ്. എന്ന് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അപ്പോൾ അവിടുന്ന് പെണ്ണുങ്ങൾ ചോദിക്കണം, പിന്നെ ആര് തീരുമാനിക്കണം? ഞാൻ തീരുമാനിക്കും. കയറിപ്പോടിയകത്ത് കയറിപ്പോകാൻ. ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ 2 വർഷമായിട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, പൂർണ്ണ മനസ്സോടെ പോയി അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? വിളിച്ചാൽ പോവും. എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുള്ളൊരു കഥാപാത്രം ചെയ്യണമെന്ന് ഇപ്പം എന്താ കുഴപ്പം? മറ്റൊരു വലിയ പിന്നെ
ലീഡിങ് ആക്ടർ അല്ലാതെ ഉണ്ടല്ലോ, അതേമാതിരിയുള്ള കഥാപാത്രങ്ങൾ ഏത് കിട്ടിയാലും നമ്മൾ ചെയ്യും. നാടക കളരികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഈ നാട്ടില്? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, നാടക കളരി ഇങ്ങനെ 2-3 പേരുണ്ടായിരുന്നു. എൻ്റെ അപ്പച്ചൻ, പിന്നെ പണ്ടത്തെ അവരൊക്കെ മരിച്ചുപോയി. അങ്ങനെയുള്ള കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവര് കൂടെ ഞാനിങ്ങനെ റിഹേഴ്സൽ കാണാൻ പോകും. പിന്നെ അങ്ങനെ പോയി, പിന്നെ അതിൽ ചെറിയ റോളൊക്കെ തന്ന് അങ്ങനെയാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. പിന്നെ അതിനോട് ഭയങ്കര ഒരു താല്പര്യമായി. മക്കൾക്കൊക്കെ ഇഷ്ടമുണ്ടായിരുന്നോ അഭിനയിക്കാനും കാര്യങ്ങളൊക്കെ? ഓ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പിന്നീട്? അതിനൊന്നും കുഴപ്പമില്ല. അവർക്ക് പിന്നെ നാടകത്തിന് പോണേനും ഞാൻ അത് അടുത്തൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകും അവരെ. പിന്നെ മോനെ ജമനത്തിൻ്റെ കലാരംഗത്തായിരുന്നു ശരിക്കും. പാടും, നല്ലതായിട്ട് പാടും. ട്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു, ഗാനങ്ങൾ ട്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. രാഗത്തിനെങ്കിലും അവൻ പാടി. അവർ ഷിറിൻ നാടകത്തിൽ അതുപോലെ ഗാനങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു പാട്ടൊരു 2 ലൈൻ പാടാമോ? മാരിവില്ലും തേന്മലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ, മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഇപ്പൊ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വീട്ടില് ഞാൻ പെയിന്റ് ഞാനൊന്ന് പോയിക്കൊണ്ടുവന്ന്. അപ്പൊ അവിടെ നിന്ന് വീണതാ ഞാൻ. എൻ്റെ കാല് ഇവിടുന്ന് ഇങ്ങനെ 5 പീസായി പോയി. ഇവിടുന്ന് വിട്ടുപോയായിരുന്നു. എനിക്ക് നടക്കുന്ന ആരും പറഞ്ഞല്ല. 20 അതിങ്ങനെ ഒരു സിങ്ക് പിടിപ്പിക്കാത്ത തുളയിലേക്കാണ് വീണ് പോയത്. ആ ഗ്യാപ്പിന്റെ ഉള്ളിലേക്ക് കാല് കുടുങ്ങി, തലമുറ്റി അങ്ങനെ വന്ന്. അതുവരെയും നാടകം കളിച്ചിരുന്നോ? നാടകം കളിക്കും. അതേമാതിരി ഇങ്ങനെ പൊതു രംഗത്തൊക്കെ ഉണ്ടാവും ഞാൻ അത്യാവശ്യം. ഈ നാടകം കളിക്കുന്നവർക്ക് ഇപ്പൊ ഒരു ഉപജീവന മാർഗമായിട്ട് സ്വീകരിച്ചിരുന്നവർക്ക് അതിനുള്ള ഒരു വരുമാനം ശരിക്കും നാടകത്തിൽ നിന്ന് കിട്ടുമായിരുന്നോ എന്ന് പറയാൻ പറ്റൂല. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ പോണ സമയത്ത് അങ്ങേയറ്റം ഒരു 1500 രൂപയ്ക്ക് തരിക ഒരു സ്റ്റേജിന്. അപ്പൊ ശിവരാത്രി പോലുള്ള പരിപാടിക്ക് ആണെങ്കിൽ 1500 എന്നുള്ളത് ചിലപ്പോൾ അത് 3000 തികച്ചുണ്ടാവില്ല, 2600 ഒക്കെ ആവും. അങ്ങനെയൊക്കെ അതിന്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളും ഇതൊക്കെ അതാണ്. പ്രോപ്പർട്ടി എല്ലാം നമ്മുടേതായ ഇതിന് ഉണ്ടാക്കണം. പിന്നെ കുറെ കാലം റിഹേഴ്സൽ പോകുമ്പോൾ നമുക്ക് പണിക്കൊന്നും പോകാൻ പറ്റില്ല. ചെയിനായിട്ട് റിഹേഴ്സൽ കിടുമ്പോൾ നമ്മൾ പണിയിലേക്ക് പോകാൻ പറ്റില്ല. രാത്രിയും പകലൊക്കെ ആയിട്ടുള്ള ഇടുക. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ ഒരു നാടകത്തിൽ ഞാൻ ഡബ് ചെയ്ത് അഭിനയിച്ചിട്ടില്ല. നമ്മൾ ഡയറക്റ്റ് തന്നെയല്ല. അപ്പോൾ അത് കുറച്ചും കൂടി ഇതുണ്ടെങ്കിൽ തറയായിരിക്കും. ഡബ്ബിങ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സൗണ്ട് വേരിയേഷൻ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡബ് ചെയ്തേക്കണല്ലേ, കൃത്യമായിട്ട് വീഴും. പക്ഷേ ഇത് അങ്ങനെ അല്ല. അപ്പം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് റിഹേഴ്സലിന്. അപ്പോൾ റിഹേഴ്സൽ കുറച്ച് കൂടുതൽ എടുക്കണം. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഡബ് ചെയ്തെന്ന് വെച്ചാൽ കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചിരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും അവിടെ ചിരിക്കാൻ വരുള്ളൂ. അത് കറക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു ഇതുണ്ട്. നിലവിൽ ഈ നാട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ നാടക പ്രവർത്തകര്? ഇവര് നാടകത്തില് BCOs ഉണ്ട് അവിടെ. BCOs, പിന്നെ CA ജോസ്, പിന്നെ അങ്ങനെ കുറെ പേര് ഇവിടെ ഒരുപാട് പേരുണ്ട്. ഞാൻ തന്നെ കൊണ്ടുവന്നവരുണ്ട് ഇഷ്ടം പോലെ. പുതിയ തലമുറയിൽപ്പെട്ട ആരെങ്കിലും അങ്ങനെ ഒരു താല്പര്യം കാണിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടോ? പുതിയ തലമുറയിൽ വന്നവരൊക്കെ ഉണ്ട്. എൻ്റെ അനിയൻ്റെ മോനുണ്ട്. അവൻ മറ്റേ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇപ്പം ജർമ്മൻ കഴിഞ്ഞാൽ പുള്ളി അങ്ങനെ പോകാൻ വേണ്ടിയുള്ള ഇതിലൊക്കെ നിൽക്കുകയാണ്. ആള് ചെറുതാ. 3 വർഷം വയനാട് ജില്ലേന്റെ ബെസ്റ്റ് ആക്ടറായിരുന്നു നാടകത്തില് തുടർച്ചയായിട്ട്. ഈ നാടകം അഭിനയം അല്ലാതെ കലാപരമായിട്ട് മറ്റേതെങ്കിലും മേഖലകളിൽ താല്പര്യമുണ്ടോ? ഞാൻ എന്തെങ്കിലുമൊക്കെ ചുമ്മാ കുറച്ച് കുത്തിക്കുറിക്കൊക്കെ ചെയ്യും. എഴുത്തൊക്കെ ചെയ്യും. നാടകത്തിന് വേണ്ടി എഴുതിയിട്ടുണ്ടോ? നാടകം എഴുതിയിട്ടുണ്ട്, ചെറിയ നാടകങ്ങൾ. അല്ലാതെ കവിതയോ കഥയോ അങ്ങനെ എന്തെങ്കിലും എഴുതുമോ? എന്തെങ്കിലുമൊക്കെ എഴുതും. അത് ഞാൻ അതിന് മാത്രം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളല്ല. അപ്പൊ എന്റെ പരിമിതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ എല്ലാ മേഖലയിലും കുറച്ചൊക്കെ കവിത എഴുതി നോക്കിയിട്ടുണ്ട്, പാട്ട് എഴുതി നോക്കിയിട്ടുണ്ട്, അങ്ങനെ ചെറിയ സ്ക്രിപ്റ്റുകൾ എഴുതി നോക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ, അല്ലാതെ വലിയ തോതിലുള്ള ഒരു ഇതൊന്നും. റേഡിയോ നാടകം പെർഫോം ചെയ്യാൻ താല്പര്യമുണ്ടോ? എന്തെങ്കിലും ഒഴിവ് വന്നാൽ അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ടല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു. ഒരുപാട് പഴയ ഓർമ്മകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ചും നാടക പ്രവർത്തകരുടെ ഒരു ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവച്ചു. സന്തോഷം. കല എന്നത് വെറുമൊരു പ്രകടനമല്ല, അത് ആത്മാവിന്റെ ആവിഷ്കാരമാണെന്ന് പറയും. OC ജോസിനെ പോലെയുള്ള പ്രതിഭാധനരായ നാടക പ്രവർത്തകർ പകർന്നു നൽകിയ വെളിച്ചമാണ് ഇന്നും നാടകരംഗത്തെ സജീവമായി നിലനിർത്തുന്നത്. വടക്കനാടിന്റെ ഈ പ്രിയ കലാകാരൻ തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം അതിജീവിച്ച് പൂർണ്ണ ആരോഗ്യത്തോടെ വീണ്ടും നാടകവേദിയിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും നാടകത്തോടുള്ള സ്നേഹവും വരും തലമുറയിലെ നാടക പ്രവർത്തകർക്കും എപ്പോഴും ഒരു പ്രചോദനമായിരിക്കട്ടെ. ഈ അഭിമുഖം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ കേട്ടത് വേദിയിലെ വിസ്മയം. നാടക കലാകാരൻ
OC ജോസുമായുള്ള അഭിമുഖം. നിർവഹണം ഭാഗ്യലക്ഷ്മി.